അപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് സാഹിത്യം എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മളിതിനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രധാനപ്പെട്ട ആട്ടക്കഥകളും രചയിതാക്കളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് ബാലൻസ് ആയിട്ട് പറയാനുള്ളത് കുറച്ച് ആട്ടക്കഥകളും അത് രചിച്ച ആൾക്കാരെയും കുറിച്ചാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം എന്നിവ രചിച്ചത് നമ്മുടെ ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം എന്നിവ രചിച്ചത് ഇരയിമ്മൻ തമ്പി. നെക്സ്റ്റ് ധ്രുവചരിതം, പരശുരാമ വിജയം, പ്രലംബവധം, മത്സ്യവല്ലഭ വിജയം, അതുപോലെ തന്നെ ഹനുമ തുദ്ഭവം എന്നിവ രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. എന്താണ് ധ്രുവചരിതം, പരശുരാമ വിജയം, പ്രലംബവധം, മത്സ്യവല്ലഭ വിജയം, ഹനുമ ദുദ്ഭവം എന്നിവ രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. നെക്സ്റ്റ് ശൂര പദ്മാസുരവധം, ശ്രീകൃഷ്ണ വിജയം, ഹിരണ്യാസുരവധം എന്നിവ രചിച്ചത് KC കേശവപിള്ള. എന്താണ് ശൂര പദ്മാസുരവധം, ശ്രീകൃഷ്ണ വിജയം, ഹിരണ്യാസുരവധം എന്നിവ രചിച്ചത് KC കേശവപിള്ള. ഇനി അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഗന്ധർവ വിജയം രചിച്ചത് അഴകത്ത് പത്മനാഭക്കുറുപ്പാണ്. അപ്പോൾ ഗന്ധർവ വിജയം രചിച്ചത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. നെക്സ്റ്റ് ധർമ്മഗുപ്ത വിജയം രചിച്ചത് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. എന്താണ് ധർമ്മഗുപ്ത വിജയം രചിച്ചത് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയാണ്. നെക്സ്റ്റ് കൃഷ്ണാർജുന വിജയം രചിച്ചത് മൂലൂർ S പത്മനാഭ പണിക്കരാണ്. എന്താണ് കൃഷ്ണാർജുന വിജയം രചിച്ചത് മൂലൂർ S പത്മനാഭ പണിക്കരാണ്. അടുത്ത ഫാക്റ്റ് അജ്ഞാതവാസം എന്ന ഒരു ആട്ടക്കഥ രചിച്ചത് വെൺമണി മഹൻ നമ്പൂതിരി. എന്താണ് അജ്ഞാതവാസം രചിച്ചത് വെൺമണി മഹൻ നമ്പൂതിരി. നെക്സ്റ്റ് ക്ഷുധോദന വിജയം, അതുപോലെ തന്നെ ഹരിശ്ചന്ദ്ര ചരിതം രചിച്ചത് നമ്മുടെ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. എന്താണ് ക്ഷുദ്ധോദന വിജയം, അതുപോലെ തന്നെ ഹരിചന്ദ്ര ചരിതം രചിച്ചത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അടുത്തത് ദർപ്പവിച്ഛേദം രചിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. എന്താണ് ദർപ്പവിച്ഛേദം രചിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. നെക്സ്റ്റ് കിരാത സൂനുചരിതം, അതുപോലെ തന്നെ ഭൂസുര ഗോഗ്രഹണം, ശ്രീരാമ പട്ടാഭിഷേകം, അതുപോലെ തന്നെ സീതാവിവാഹം എന്നിവ രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ആട്ടക്കഥകളാണ് കിരാത സൂനുചരിതം, ഭൂസുര ഗോഗ്രഹണം, ശ്രീരാമ പട്ടാഭിഷേകം, സീതാവിവാഹം എന്നിങ്ങനെ. അടുത്തത് ഔഷധാഹരണം, അതുപോലെ തന്നെ ജാബ് കട്ടാളൻ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച ആട്ടക്കഥകളാണ് ഔഷധാഹരണം, അതുപോലെ തന്നെ ജാബ് കാട്ടാളൻ എന്നിങ്ങനെ. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ആട്ടക്കഥകളും രചിച്ച ആൾക്കാരെയും കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നോക്കാനുള്ളൊരു ഫാക്റ്റാണ് നമ്മുടെ വെൺമണി പ്രസ്ഥാനം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വഴി തെളിച്ചവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ കവികൾ. അപ്പോൾ വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരിയും അതുപോലെ തന്നെ വെൺമണി മഹൻ നമ്പൂതിരിയുമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വേണ്ടിയിട്ട് വഴി തെളിയിച്ചവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ കവികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വെൺമണി കവികളാണ് നമ്മുടെ വെൺമണി അച്ഛൻ നമ്പൂതിരി, അതുപോലെ തന്നെ വെൺമണി മഹൻ നമ്പൂതിരി എന്നിവർ. നെക്സ്റ്റ് വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റ് പ്രധാന കവികളാണ് പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, അതുപോലെ തന്നെ പൂന്തോട്ടം മഹൻ നമ്പൂതിരി, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ രാജകുടുംബം, അതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ എന്നിവർ. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരി, അതുപോലെ തന്നെ വെൺമണി മഹൻ നമ്പൂതിരി എന്നിവരാണ്. ഇവയ്ക്ക് പുറമെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട കവികളാണ് പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, പൂന്തോട്ടം മഹൻ നമ്പൂതിരി, അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ രാജവംശത്തിൽപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, അതുപോലെ തന്നെ
കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ എന്നിവർ. ഇനി പറയാനുള്ളൊരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ വെൺമണി മഹൻ നമ്പൂതിരിയുടെ പ്രധാന കൃതികളാണ്. കുറച്ചധികം ഉണ്ട്, എന്തായാലും പഠിച്ചേ പറ്റൂ. പൂരപ്രബന്ധം, അംബോപദേശം, മണിപ്രവാളം, കുചേലവൃത്തം, ശീതങ്കൻ തുള്ളൽ. അത് ഒറ്റയ്ക്കുള്ളൊരു എന്താ പറയുക കൃതിയാണ്. കുചേലവൃത്തം, ശീതങ്കൻ തുള്ളൽ അങ്ങനത്തെ ഒരു ഒറ്റ കൃതിയാണ്. അതുപോലെ തന്നെ ത്രിപുരദഹനാട്ടക്കഥ, പിന്നീട് ഭൂതിഭൂഷചരിതം, മണിപ്രവാളം, പാഞ്ചാലി സ്വയംവരം, ഓട്ടൻതുള്ളൽ, അജ്ഞാതവാസമാട്ടക്കഥ, നളചരിതം മഞ്ചിപ്പാട്ട്, കീചകവധം മഞ്ചിപ്പാട്ട്, ഹിരണ്യാക്ഷവധം ആട്ടക്കഥ എന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ വെൺമണി കവികളിൽ അറിയപ്പെടുന്ന ഒരാളായ വെൺമണി മഹൻ നമ്പൂതിരിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഈ പറഞ്ഞത്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പൂരപ്രബന്ധം, അംബോപദേശം, മണിപ്രവാളം, അതുപോലെ തന്നെ കുചേലവൃത്തം, ശീതങ്കൻ തുള്ളൽ, ത്രിപുര ദഹന ആട്ടക്കഥ, ഭൂക്ഷചരിതം, മണിപ്രവാളം, അതുപോലെ തന്നെ പാഞ്ചാലി സ്വയംവരം, ഓട്ടൻതുള്ളൽ, അജ്ഞാതവാസം ആട്ടക്കഥ, നളചരിതം മഞ്ചിപ്പാട്ട്, കീചകവധം മഞ്ചിപ്പാട്ട്, ഹിരണ്യാക്ഷവധം ആട്ടക്കഥ എന്നിങ്ങനെ. നെക്സ്റ്റ് ഈ വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് കവി പുഷ്പമാല. അത് രചിച്ചത് നമ്മുടെ കാത്തുള്ളിൽ അച്യുതമേനോനാണ്. ഇതാണ് കവി പുഷ്പമാല എന്ന കൃതി രചിച്ചത് കാത്തുള്ളിൽ അച്യുതമേനോനാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കവി ഭാരതം എന്നൊരു കൃതി രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. എന്താണ് കവി ഭാരതം എന്നൊരു കൃതി രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണെന്ന ഫാക്റ്റ് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് കവി രാമായണം രചിച്ചത് മുലൂർ എസ് പത്മനാഭ പണിക്കരാണ്. എന്താണ് കവി രാമായണം എന്നൊരു കൃതി രചിച്ചത് മുലൂർ എസ് പത്മനാഭ പണിക്കരാണ്. നെക്സ്റ്റ് കവി മൃഗാവി എന്നൊരു കൃതി രചിച്ചത് ഒടുവിൽ കുഞ്ഞി കൃഷ്ണമേനോനാണ്. എന്താണ് കവി മൃഗാവി എന്നൊരു കൃതി രചിച്ചത് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. നെക്സ്റ്റ് കവി പക്ഷിമാല എന്ന കൃതി രചിച്ചത് കോയിപ്പള്ളി പരമേശ്വരക്കുറുപ്പ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞൊരു 5ഓളം കൃതികളും ഗ്രന്ഥകർത്താക്കളെയും നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കവി പുഷ്പമാല രചിച്ചത് കാത്തുള്ളിൽ അച്യുതമേനോൻ. കവി ഭാരതം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കവി രാമായണം രചിച്ചത് മുലൂർ എസ് പത്മനാഭ പണിക്കർ. കവി മൃഗാവി രചിച്ചത് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. കവി പക്ഷിമാല രചിച്ചത് കോയിപ്പള്ളി പരമേശ്വരക്കുറുപ്പ്. നെക്സ്റ്റ് ഭക്തകവി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് പൂന്താനം. ഭക്തകവി എന്നറിയപ്പെടുന്ന കവിയാണ് നമ്മുടെ പൂന്താനം എന്ന ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ജ്ഞാനപ്പാന, സന്താനഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം എന്നിവ രചിച്ചത് പൂന്താനമാണ്. എന്താണ് ജ്ഞാനപ്പാന, സന്താനഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം എന്നിവ രചിച്ചത് പൂന്താനം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത്രയുമാണ് നമുക്ക് മണിപ്രവാളം എന്നൊരു ടോപ്പിക്കിൽ വരുന്ന ഫാക്റ്റുകൾ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളും എന്നൊരു ടോപ്പിക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഫാക്റ്റ് 13ഉം 14ഉം ശതകങ്ങളിലാണ് മലയാളത്തിൽ ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ 13ഉം 14ഉം ശതകങ്ങളിലാണ് മലയാളത്തിൽ ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളും ഉണ്ടാകുന്നത് എന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. നെക്സ്റ്റ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയാണ് രസികരഞ്ജിനി. അപ്പോൾ നമ്മൾ പറഞ്ഞു മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. അതുപോലെ തന്നെ ഉണ്ണുനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മാസിക ചോദിച്ചു കഴിഞ്ഞാൽ രസികരഞ്ജിനി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ഗദ്യ പദ്യാത്മകമായ ആഖ്യാന കൃതികളാണ് ചമ്പുക്കൾ. അപ്പോൾ ചമ്പുക്കൾ എന്ന് പറയുന്നത് ഗദ്യ പദ്യാത്മകമായ ആഖ്യാന കൃതികളാണ് ചമ്പുകൾ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ചമ്പുകൾ എന്ന് പറയുന്നത് ഗദ്യ പദാത്മകമായ ആഖ്യാന കൃതികളാണ് ചമ്പുകൾ. നെക്സ്റ്റ് പ്രാചീന മലയാള ചമ്പുക്കളാണ് ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിങ്ങനെ.
പ്രാചീന മലയാള ചമ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് ഉണ്ണിയച്ചി ചരിതം, അതുപോലെ തന്നെ ഉണ്ണി ചിരുദേവി ചരിതം, പിന്നെ ഉണ്ണിയാടി ചരിതം എന്നിങ്ങനെ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ കർത്താവാണ് തേവൻ ചിരികുമാരൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ദേവൻ ശ്രീകുമാരൻ എന്ന്. അപ്പോൾ ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ കർത്താവാണ് തേവൻ ചിരികുമാരൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ദേവൻ ശ്രീകുമാരൻ. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ആധുനിക മലയാള കവിതയാണ്. അപ്പോൾ അതിൽ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്ന വ്യക്തികളാണ് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നിവർ. നെക്സ്റ്റ്, ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. എന്താണ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഗായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ എന്നൊരു ഫാക്റ്റ് കൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില ഫാക്റ്റുകൾ നോക്കാം. അരക്കവി എന്നറിയപ്പെടുന്നതാണ് പൂനം നമ്പൂതിരി. അപ്പോൾ അരക്കവി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ പൂനം നമ്പൂതിരി. നെക്സ്റ്റ്, പൂനം നമ്പൂതിരിയുടെ പ്രസിദ്ധമായ കാവ്യമാണ് രാമായണം ചമ്പു. അപ്പോൾ നമ്മുടെ പൂനം നമ്പൂതിരിയുടെ പ്രസിദ്ധമായ കാവ്യമാണ് രാമായണം ചമ്പു. നെക്സ്റ്റ്, ഭാഷ നൈഷധം ചമ്പുവിൻ്റെ കർത്താവാണ് മഴമംഗലം നമ്പൂതിരി. അപ്പോൾ ഭാഷ നൈഷധം ചമ്പു എന്നൊരു ഇതിൻ്റെ കർത്താവാണ് മഴമംഗലം നമ്പൂതിരി. നെക്സ്റ്റ്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ച വ്യക്തിയാണ് രാമപുരത്ത് വാര്യർ. അപ്പോൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ച വ്യക്തിയാണ് രാമപുരത്ത് വാര്യർ. നെക്സ്റ്റ്, മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. നെക്സ്റ്റ്, KC കേശവപിള്ളയുടെ മഹാകാവ്യമാണ് കേശവീയം. ഇത് കേശവീയം എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ്. അപ്പോൾ ഒന്നുകൂടി ലാസ്റ്റ് പറഞ്ഞ 2 ഫാക്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഈ മയൂര സന്ദേശം രചിച്ച വ്യക്തിയാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അതുപോലെ തന്നെ KC കേശവപിള്ളയുടെ മഹാകാവ്യമാണ് കേശവീയം. അപ്പോൾ ഈ കേശവീയം എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ്. നെക്സ്റ്റ്, കേരള പാണിനിയും രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ AR രാജരാജവർമ്മയാണ്. അതുപോലെ തന്നെ കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് AR രാജരാജവർമ്മ. അതുപോലെ തന്നെ കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയതും AR രാജരാജവർമ്മയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച ചില ഫാക്റ്റുകളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണ്. അരക്കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പൂനം നമ്പൂതിരി. അതുപോലെ തന്നെ പൂനം നമ്പൂതിരിയുടെ പ്രസിദ്ധമായ കാവ്യമാണ് രാമായണം ചമ്പു. എന്താണ് രാമായണം ചമ്പു? നെക്സ്റ്റ്, ഭാഷാ നൈഷധം ചമ്പുവിൻ്റെ കർത്താവാണ് മഴമംഗലം നമ്പൂതിരി. അപ്പോൾ ഭാഷാ നൈഷധം എന്ന ചമ്പുവിൻ്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ മഴമംഗലം നമ്പൂതിരി എന്നൊരു ഫാക്റ്റ് കൂടി മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ച വ്യക്തിയാണ് രാമപുരത്ത് വാര്യർ. അപ്പോൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ച വ്യക്തിയാണ് രാമപുരത്ത് വാര്യർ. നെക്സ്റ്റ്, മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. അപ്പോൾ മയൂര സന്ദേശം രചിച്ച വ്യക്തിയാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അടുത്തത്, KC കേശവപിള്ളയുടെ മഹാകാവ്യമാണ് കേശവീയം. അപ്പോൾ നമ്മുടെ KC കേശവപിള്ള രചിച്ച ഒരു മഹാകാവ്യമാണ് കേശവീയം. ഈ കേശവീയം എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ്. അപ്പോൾ PC ചോദിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേശവീയം എന്നതാണ് കറക്റ്റ് ആൻസർ. അത് രചിച്ച വ്യക്തിയാണ് KC കേശവപിള്ള. അടുത്തത്, കേരള പാണിനീയം രചിച്ചത് AR രാജരാജവർമ്മയാണ്. അപ്പോൾ കേരള പാണിനീയം എന്ന ഒരു കൃതി രചിച്ചത് AR രാജരാജവർമ്മയാണ്. അതുപോലെ തന്നെ കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് AR രാജരാജവർമ്മ. അതുപോലെ തന്നെ കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണെന്നുള്ളൊരു ഫാക്റ്റ് കൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് നമുക്കൊരു 2-3 ഫാക്റ്റ് കൂടി നോക്കാം. ഈ കണ്ണുനീർ തുള്ളി എന്ന വിലാപ കാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. കണ്ണുനീർ തുള്ളി എന്ന വിലാപ കാവ്യം രചിച്ചത് നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ. നെക്സ്റ്റ്, വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന കൃതിയെ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമപ്പെടുത്തിയത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. എന്താണ് വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന കൃതിയെ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്ത വ്യക്തി കൂടിയാണ് നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു ഫാക്റ്റ് കൂടി നോക്കാം.
ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലപ്പാട്ട് നാരായണ മേനോനെ ആസ്പദമാക്കി രചിച്ചതാണ്. എന്താണ്? ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ ലോകാന്തരങ്ങളിൽ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ് എന്ന് ചോദിച്ചാൽ നാലപ്പാട്ട് നാരായണ മേനോനെ ആസ്പദമാക്കി രചിച്ചതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഫാക്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഓരോ ഫാക്റ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തവണ കൂടി കേട്ട് നോക്കുക, അല്ലാതെ നോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരേക്കും നമസ്കാരം.